സാർ ഇവിടുന്ന് സാധനങ്ങൾ എങ്ങോട്ടാണ് മാറ്റുന്നത്? ഞാനിപ്പോൾ ഒരു ടെമ്പററി ഒരു സ്ഥലത്തേക്ക് ഷെഡ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുകയാണ്. ഇനിയിപ്പോൾ കറണ്ടിൻ്റെയൊക്കെ പ്രശ്നം വന്ന കാരണം ഞാൻ ഒരു ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ഒന്ന് ഡൗണിൽ കൊണ്ടുപോകുന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇവിടെ തന്നെ ഇപ്പോൾ താമസിക്കണം. ബേസിക്സ് എല്ലാം വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള മേജർ ഐറ്റംസ് എല്ലാം ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ഒതുക്കിയാണ്. ഇനിയിപ്പോൾ തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് AWHOയും ഒപ്പം തന്നെ കളക്ടറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിരിക്കുന്ന ഒരു കമ്മിറ്റിയും തീരുമാനിച്ചിരിക്കുന്നത്? അതിപ്പോൾ AWH ആയാലും കോർട്ടായാലും ജുഡീഷ്യറി ആയാലും നിയമം കിട്ടുമെന്നുള്ള ഇല്ല. കാരണം ഞങ്ങളുടെ എൻ്റെ ലൈഫിലെ 40 വർഷത്തെ സർവീസിലെ കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് വിത്ത് പോയി ഇവിടെ പെൻഷനോ ഞങ്ങളിപ്പോൾ എവിടെ പോകുന്ന ഞങ്ങൾക്ക് അറിയത്തൊന്നുമില്ല. പക്ഷേ നിയമത്തിൻ്റെ പുറത്ത് നമുക്ക് വിശ്വാസം ഉള്ളൂ, കൂടെ പറയാനൊന്നുമില്ല. തുടർന്നുള്ള വാടക ഒപ്പം തന്നെ ഇതിന്റെ EMI അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ആയിട്ടില്ല. ഇതിലോട്ടൊന്നും ഫയലായിട്ടില്ല. ഒരു കുറച്ച് പേർക്ക് മാത്രം കൊടുക്കുക, കുറച്ച് പേർക്ക് ഞങ്ങളുടെയൊക്കെ EMI നടന്നുകൊണ്ടിരിക്കുകയായി. ഞങ്ങൾ പെൻഷനായി. ഈ പെൻഷൻ്റെ EMI കൊടുക്കണം, വീട്ടിലെ ചിലവ് നടത്തണം. ഇതുപോലത്തെ ഇത് ട്രാൻസ്പോർട്ടേഷൻ, ഈ ലേബേഴ്സ്, ഇവരുടെ വർക്ക് എത്ര എക്സ്പെൻഡിച്ചർ ഇൻ അഡീഷണൽ ആയിരിക്കണം. വെരി പാത്തറ്റിക്കാ. ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇനിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. കഴിഞ്ഞ 6-ാം തീയതി കളക്ടർ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ പറഞ്ഞത് 5 ദിവസത്തിനകത്ത് ഇവിടുത്തെ റെസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ അവർക്ക് ഒരു ലിസ്റ്റ് കൊടുക്കും, ഇവിടെ താമസിക്കുന്നവരുടെ വാടക തരാനായിട്ട്. അത് 5 ദിവസത്തിനകത്ത് കൊടുക്കും. 11-ാം തീയതി 12-ാം തീയതി കൊടുത്തു. 14-ാം തീയതി ആ ലിസ്റ്റ് കളക്ടർ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. കോടതിയിലല്ല, AWHOന് കൊടുത്തിട്ടുണ്ട്. കോടതിയിലല്ല, AWHOന് കൊടുത്തിട്ടുണ്ട്. AWHO അതൊന്നും ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അന്നത്തെ തീരുമാനം ഈ 11-ാം തീയതിക്കകത്ത് ലിസ്റ്റ് കൊടുത്താൽ, എലിജിബിൾ ആയിട്ടുള്ള വാടക കൊടുക്കേണ്ട ആളുകളുടെ ലിസ്റ്റ് കൊടുത്താൽ അവർ 20-ാം തീയതിക്കുള്ള ഓഗസ്റ്റ് 20-ന് മുമ്പ് വാടക എല്ലാവർക്കും കൊടുക്കണമെന്നാണ് തീരുമാനമായിരുന്നത്. അതവർ പാലിച്ചിട്ടില്ല. അതിനിടയിൽ 25-ാം തീയതി വന്നിട്ട് കളക്ടർ നോട്ടീസ് വന്ന് ഇവിടെ പതിച്ചുപോയി. 31-ാം തീയതി എല്ലാവരും ഒഴിയണമെന്ന് പറഞ്ഞിട്ട്. ഈ ഒഴിയണമെന്ന് പറയുമ്പോൾ എവിടേക്ക് പോകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എവിടേക്ക് പോകണം, ഞങ്ങൾ വഴിയിലിറങ്ങിയിരിക്കണോ അതോ ഇതിൻ്റെ മുകളിൽ കയറി ചാടണോ എന്നൊന്നും അറിയില്ല. കാരണം ഞങ്ങൾക്ക് വേറെ വഴിയില്ല, ഗതിയില്ലാത്തതുകൊണ്ടാണ്. കാരണം ഞാനൊരു പെൻഷനറാണ്. എനിക്ക് കിട്ടുന്ന പെൻഷൻ്റെ 3/4 ഭാഗവും EMI ആയിട്ട് പോകും. അതിൽ ബാക്കി ലോൺ തരുമ്പോൾ അവർ സാമാന്യ ജീവിതത്തിനുള്ള പൈസ കഴിച്ചിട്ടേ ലോൺ തരുള്ളൂ. അത്രയും പൈസ തന്നിട്ടുണ്ട്. ആ പൈസയുടെ EMI അടയ്ക്കണം. 40,000 രൂപ അടയ്ക്കണം ഒരു മാസം. ബാക്കി ഒരു 30,000-40,000 രൂപ വാടകയ്ക്ക് ഞാൻ സ്വന്തമായിട്ട് എടുക്കുകയാണെങ്കിൽ കൊടുക്കണം. അതിന് എൻ്റെ കയ്യിൽ പൈസ ഇല്ല. കാരണം 30, 35, 40 വർഷത്തിലും കുറവ് സർവീസ് ചെയ്തിട്ടുള്ള ആരുമില്ല. 208 പേരിൽ 30, 35, 40 വർഷത്തിനും അവരുടെ ജീവിതകാലത്തെ സമ്പാദ്യമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ പൊളിച്ച് കൊണ്ടുപോകണത് ഇതിലെത്ര സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത് കൊണ്ടുപോയവർക്കറിയാം. പകുതിയിലധികം ഉപയോഗശൂന്യമാവും ഇത് പൊളിച്ചു കഴിയുമ്പോൾ. തീർച്ചയായും ഇവർ സൂചിപ്പിക്കുന്നത് പോലെയുള്ള ഒരു സിറ്റുവേഷനാണ് ഇവർ കടന്നു പോകുന്നത്. കാരണം 208 കുടുംബങ്ങളാണ് 28 നിലകളിലായുള്ള ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നത്. ഒരു ജീവിതകാലം മൊത്തം സൈന്യത്തിൽ ജോലി ചെയ്തതിന് ശേഷം ലഭിച്ച തുക കൊണ്ട് വാങ്ങിയ ഫ്ളാറ്റുകളാണ് ഇവർ ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടതായ ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. 2018 നിർമ്മാണം പൂർത്തിയാക്കി ഈ താമസക്കാർ ഇവിടെ താമസം തുടങ്ങിയത്. പിന്നീട് ഇവിടെ 2 വർഷത്തിനുള്ളിൽ തന്നെ ഫ്ളാറ്റിന് ബലക്ഷയം കണ്ടെത്തി. തുടർന്ന് നടത്തിയ നിയമ പോരാട്ടങ്ങൾക്ക് ഒടുവിലാണ് ഇപ്പോൾ ഫ്ളാറ്റ് പൊളിച്ചു മാറ്റുന്നതിനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ AWHO ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിരിക്കുന്ന ചർച്ചകളിൽ ഒന്നിൽ പോലും അനുകൂലമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാടകയുടെ കാര്യത്തിലും ഒപ്പം തന്നെ നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലുമെല്ലാം വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇനിയൊരു ഫ്ളാറ്റ് ഇതേ സ്ഥലത്ത് നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് ഏകദേശം 9 വർഷം വേണ്ടിവരും എന്നുള്ളതാണ് AWHO നിലവിൽ പറയുന്നത്.